ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വ മരണം മാതൃകാപരമായൊരു മരണമാണ് എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് സ്തെഫാനോസിന്റെ മരണം മാതൃകാപരമായിരുന്നു എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ, മാതൃകാപരം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ പിന്തുടരാവുന്നതാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മളുടെ എന്നും കാലത്തുള്ള പ്രാർത്ഥന, ദൈവമേ അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാകല്ലേ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ, ഒന്ന്, സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 7:55 വാക്യം. രണ്ട്, സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. വാക്യം 55 തന്നെ. ക്രിസ്തുവിന്റെ വ്യക്തമായ ദർശനമുണ്ടായി. 55. സാക്ഷ്യം വഹിക്കുന്നതിനുള്ള ധീരത. 56 വാക്യം. 5, വിശ്വാസത്തിലും പ്രത്യാശയിലുമുള്ള ഉറപ്പ്. 59 വാക്യം. ശത്രുക്കൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. 60 വാക്യം. മരണനിദ്രയിലുള്ള ശാന്തത. 60 വാക്യം. നമ്മളത് പറഞ്ഞതാണ്, പക്ഷെ ഞാനതൊന്ന് ഒന്ന് ക്രമപ്പെടുത്തി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ 55 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോന്നതാണ്. നമ്മളതിന്റെ 55 വാക്യം ഇങ്ങനെയാണ്: ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അവൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ നോക്കണം. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ആ ദർശനം അവൻ പ്രാപിച്ചു. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും അവൻ കണ്ടു. അപ്പോഴാണ് രംഗം മാറി. അവർ ഉറക്കെ നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. നമ്മൾ പലപ്പോഴും ഈ ഭാഗം തെറ്റായി ധരിച്ചിട്ടുണ്ട്. കല്ലേറ് കൊണ്ടപ്പോൾ സ്തെഫാനോസ് മേലോട്ട് നോക്കിയെന്നാണ്. അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കല്ലെറിയാനായിട്ട് അവനെ പാളയത്തിന് പുറത്തേക്ക് അവനെ വലിച്ചുകൊണ്ടുപോയി. നമ്മളതിനെ കുറിച്ച് പറഞ്ഞതാണ്. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. നഗരത്തിനകത്ത് വെച്ച് അത് ചെയ്തുകൂടാ, അത് ന്യായപ്രമാണ ലംഘനമാകും. അതുകൊണ്ട് നഗരത്തിന് പുറത്തേക്ക് അവനെ വലിച്ചുകൊണ്ടുപോയി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കയ്യിൽ വെച്ചു. കല്ലെറിയുമ്പോൾ ആദ്യം സാക്ഷികളാണ് കല്ലേറ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അതിനകത്തുള്ള പ്രമാണമാണ്. പിന്നെ അവൻ പ്രാർത്ഥിച്ചു, എന്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി. കർത്താവേ, ഈ പാപം നിർത്തരുതേ എന്ന് ശത്രുക്കൾക്ക് വേണ്ടി ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ മരിച്ചു എന്നല്ല, നിദ്ര പ്രാപിച്ചു. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്.
അത് സ്ഥിരമായ അന്തമല്ല, അതൊരു ഉറക്കം മാത്രമാണ്. അല്പം കഴിയുമ്പോൾ ഉണരും. അതാണ് ഉണരാനുള്ള ഉറക്കം. ഓക്കെ, ഇനി 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യത്തെ 7 അധ്യായങ്ങളിലെ ചരിത്രത്തിന്റെ തുടക്കം, 7 അധ്യായങ്ങളിലെ ചരിത്രത്തിന്റെ തുടക്കവും ഒടുക്കവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ 7 അധ്യായങ്ങൾ, 7 അധ്യായത്തിന്റെ ആരംഭവും അവസാനവും തമ്മിലൊരു നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വെളിപ്പാടോടെയാണ് ആരംഭം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വെളിപ്പാടോടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. എന്നാൽ 7-ാം അധ്യായം അവസാനിക്കുമ്പോഴോ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിന്റെ ദർശനത്തോടെയാണ് 7-ാം അധ്യായം അവസാനിക്കുന്നത്. 1 ഉം 7 അധ്യായങ്ങൾ തമ്മിലുള്ള അന്തരം. 1-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനമാണെങ്കിൽ 7-ാം അധ്യായത്തിൽ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിന്റെ ദർശനമാണ്, വെളിപ്പാടാണ് കാണുന്നത്. 7-ന്റെ 55, 56, മറ്റത് 1-ന്റെ 1 മുതൽ 3 വരെ. രണ്ടാമത്തെ വ്യത്യാസം, പെന്തക്കോസ്തിന് വേണ്ടിയുള്ള സമാഗമനത്തോടെ ആരംഭിക്കുന്നു. അതിനു വേണ്ടിയുള്ള ഒരുക്കവട്ടങ്ങളോടെ ആരംഭിക്കുകയാണ്. 1-ന്റെ 6 മുതൽ 26 വരെ. എന്നാൽ 7-ാം അധ്യായം അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ലോക സുവിശേഷീകരണത്തിനായുള്ള ചിതറിപ്പോക്കോടെ സമാപിക്കുന്നു. സ്തെഫാനോസിന്റെ മരണശേഷം വിശ്വാസികൾ ചിതറിപ്പോയി, നാനാ ഭാഗത്തേക്ക് ചിതറിപ്പോയി. അതൊരു മഹാസംഭവമായി പോയി. 1-ാം അധ്യായത്തിൽ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്നിച്ചുകൂടി. എന്നാൽ 7-ാം അധ്യായം സമാപിക്കുമ്പോൾ ഒന്നിച്ചുകൂടിയവരെല്ലാം ചിതറിപ്പോയി. മൂന്നാമത്തെ വ്യത്യാസം, വിട്ടുപിരിയുന്ന കർത്താവിങ്കിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആരംഭിക്കുന്നു. വിട്ടുപിരിയുന്ന കർത്താവിങ്കിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആരംഭിക്കുന്നു. 1-ന്റെ 10, 11 വാക്യം. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ ആകാശങ്ങളിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നത് എന്ത്? അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്നാൽ സന്നിഹിതനും സഹായിക്കുന്നവനുമായ കർത്താവിങ്കിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് 7-ാം അധ്യായം അവസാനിക്കുന്നു. സന്നിഹിതനും സഹായിക്കുന്നവനുമായ കർത്താവിങ്കിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് 7-ാം അധ്യായത്തിന്റെ അവസാനം. സ്തെഫാനോസ് തല ഉയർത്തി നോക്കുമ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദർശനം അങ്ങനെ 7-ാം അധ്യായം ആ ദർശനത്തോടെ അവസാനിക്കും. അടുത്ത 2 അധ്യായം എന്ന് പറയുന്നത്, 8, 9 അധ്യായം എന്ന് പറയുന്നത് സ്തെഫാനോസ് മുഖാന്തരം സുവിശേഷം യഹൂദന്മാരോട് അറിയിച്ചെങ്കിലും ഒരിക്കൽ കൂടി അവരത് നിഷേധിക്കുകയാണ് ഉണ്ടായത്.
അവരത് അംഗീകരിച്ചില്ല. യഹൂദന്മാർ അത് അംഗീകരിക്കാതെ വന്നപ്പോൾ സുവിശേഷം പുറജാതികളോട് അറിയിക്കുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ സുവിശേഷം യെരൂശലേമിൽ നിന്ന് അങ്ങോട്ട് പോയി ശമരിയിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ഒഴുകിപ്പോയത് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യെരൂശലേമിനെ ചുറ്റിപ്പറ്റി യഹൂദന്മാരുടെ നടന്ന ശുശ്രൂഷകളായിരുന്നുവെങ്കിൽ സ്തെഫാനോസിന്റെ മരണത്തോടെ ചിതറിപ്പോയ സമൂഹത്തിന്റെ മധ്യേ അവർ ചെന്നിടത്തെല്ലാം സുവിശേഷം പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം പരന്നു. നമ്മൾ അതാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാനും പഠിക്കാനുമായിട്ട് പോകുന്നത്. അധ്യായം 8. പ്രൈസ് ദി ലോർഡ്. 8-ാം അധ്യായത്തെ നമുക്ക് ശരിക്കും 3 തിരിക്കാം. ഒന്നാമത്തേത് യെരൂശലേം സഭയ്ക്കുണ്ടായ പീഡയാണ്. 8:1 മുതൽ 4 വരെ. രണ്ടാമത്തേത് ഫിലിപ്പോസ് ശമരിയിൽ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. 5 മുതൽ 25 വരെ. മൂന്നാമത്തേത് ഫിലിപ്പോസും ഷണ്ണനും 8:26 മുതൽ 40 വരെ. ശൗവലിന്റെ നേതൃത്വത്തിൽ നമ്മളിനി വിഷയത്തിലേക്ക് വരിക. ശൗവലിന്റെ നേതൃത്വത്തിൽ പീഡനം ആരംഭിച്ചു. നമ്മളതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, സ്തെഫാനോസിനെ കൊല ചെയ്തത് ശൗവലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോസ്തലന്മാർ അവിടെ തന്നെ നിന്നു. മറ്റുള്ളവരെല്ലാം ചിതറിപ്പോയി. അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. അപ്പോ വിശ്വാസത്തിനേറ്റ ക്ഷതം, സഭയ്ക്കേറ്റ പീഡനം, വലിയ ആത്മീയമായ ശുശ്രൂഷയുടെ എല്ലാം വ്യാപനത്തിന് അത് കാരണമായി തീർന്നു എന്ന് സാരം. സ്തെഫാനോസിന്റെ അകാല നിര്യാണത്തോടു കൂടി ക്രിസ്തീയ വിശ്വാസികൾക്ക് എതിരായി ഒരു വലിയ പീഡനം ആരംഭിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരകൻ തർശോസുകാരനായ ശൗവലായിരുന്നു. നമ്മൾ ഈ വസ്ത്രം സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് വല്ല കൊച്ചായിരിക്കും, പയ്യനായിരിക്കും, അവൻ ആയിരിക്കില്ല അതിന്റെ മെയിൻ ആളെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പ്രധാനപ്പെട്ട ആളുകൾ മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ്. അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. അതാണ് പറഞ്ഞ ആദ്യം സാക്ഷികൾ കല്ലെറി. ഇവനാണ് അതിന്റെ മേൽനോട്ടക്കാരൻ, സൂക്ഷിപ്പുകാരൻ. യെരൂശലേമിൽ നിന്ന് സഭയെ പീഡിപ്പിക്കാൻ കിലോമീറ്ററുകൾ താണ്ടിപ്പോകാൻ തക്കവണ്ണമുള്ള
വീര ശൂര പരാക്രമശാലിയായിരുന്ന ശൗവൽ അതിന്റെ ചുക്കാൻ പിടിച്ചു. ശൗവലിനെ നാം ആദ്യമായിട്ട് കാണുന്നതും ഇവിടെയാണ്. സ്തെഫാനോസിനെ കല്ലെറിയുന്നവരുടെ കൂട്ടത്തിലാണ്. അതിന്റെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിട്ടാണ്. 7:58 വാക്യം. 8:1 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: സ്തെഫാനോസിനെ കൊല ചെയ്തത് ശൗവലിന് സമ്മതമായിരുന്നു എന്ന് പറയുന്നതിനാൽ സ്തെഫാനോസ് അന്നേ അവന്റെ ചെറുപ്പത്തിൽ തന്നെ ഗമാലിയേലിന്റെ കീഴിലിരുന്ന് ന്യായപ്രമാണം അരച്ച് കിഴിച്ച് പഠിച്ച് അവൻ ന്യായപ്രമാണ പ്രകാരം ജീവിക്കാൻ പഠിച്ച് ന്യായപ്രമാണത്തിലെ വളരെ തീഷ്ണതയുള്ള ഒരു അവൻ. സന്നിധി സംഘത്തിലെ 71 ഒരംഗമാണ് ആര്? ഈ പറയുന്ന ശൗവൽ. തീവ്രവാദിയായ ഒരു പരീശനായിരുന്നു ഇവൻ എന്ന് പറയാം. സ്തെഫാനോസ് യവന ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നതിനാൽ യവന ഭാഷക്കാരായ ക്രിസ്ത്യാനികളാണ് യെരുശലേമിൽ നിന്നും ഓടിക്കപ്പെട്ടത്. സ്തെഫാനോസ് എവിടെയാണ് പ്രവർത്തിച്ചത്? യെരുശലേമിലെ യവന ഭാഷക്കാരായ യവന ഭാഷ അറിയാവുന്നവരുടെ നടുവിൽ സ്തെഫാനോസ് എന്ന് പ്രസംഗിച്ചു. അപ്പൊ തദ്ദേശീയരല്ലാത്തവരെ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഓടിച്ചു. യവന ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഓടിച്ചെന്നല്ല, അവർ ഓടിപ്പോയി. അവരവിടം വിട്ടു. യെരുശലേമിൽ നിന്ന് ഓടിക്കപ്പെട്ടു എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. വിശ്വാസികൾ ചിതറിപ്പോയത് 2 നിലയിൽ ഗുണകരമായി, 2 തരത്തിൽ അത് നന്നായി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തികൾ 1:8 ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷികളാകും എന്ന് പ്രസ്താവിച്ചിരുന്നു. നേരത്തെ തന്നെ, മുൻകൂട്ടി തന്നെ. പ്രാവർത്തികമാക്കാൻ അവരെ ചിതറിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഭാരതത്തിൽ സുവിശേഷം വളരണമെങ്കിൽ, കേരളത്തിലും സുവിശേഷം വ്യാപിക്കണമെങ്കിൽ ഒരടി കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറയാം. കുണ്ടറ മുതൽ കൊട്ടാരം വരെ, അരമന മുതൽ അങ്ങാടി വരെ ആത്മീക ച്യുതി സംഭവിച്ചിട്ട് കേവലം കർമ്മങ്ങൾ കൊണ്ട് മാത്രം തൃപ്തി അടഞ്ഞ് കാർമ്മികരായി സഭാ നേതൃത്വം അധപ്പതിച്ചു. കർമ്മങ്ങൾ നടത്തുന്ന പൂജാരികളെ പോലെയാകുന്നു. അവിടെ വിട്ടൊരു കാര്യമില്ല. ആവർത്തനങ്ങൾ കൊണ്ട്, പഴതഴക്കങ്ങൾ കൊണ്ട് അതിന്റെ സ്പിരിറ്റ് ചോർന്നു പോയി കഴിയുമ്പോൾ ആ പിണ്ണം മാത്രമേ ബാക്കിയുണ്ടാവൂ. പിന്നെ വിട്ടുപോകാനല്ല, അതിന്മേലിരുന്ന് സുഖിക്കാനാണ് തോന്നുക. യെരുശലേമിലെ സഭയെ സംബന്ധിച്ച് സ്തെഫാനോസിന്റെ പ്രസംഗം തിരികൊളുത്തുന്നത് വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. സ്തെഫാനോസിന്റെ പ്രസംഗത്തോടു കൂടി ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്
അവിടെയുള്ളവർ മനസ്സിലാക്കി. ഇതാണ് ഇവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തക്ക സമയത്ത് പീഡനം അഴിച്ചുവിട്ടു അവർ. പക്ഷെ എന്തു വന്നാലും ഒരു കാര്യം ഓർത്തോ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് തലയ്ക്ക് മീതെ എന്ത് സംഭവിച്ചാലും ഒരു ശാശ്വത ഭുജം കീഴെ ഉള്ളത് കൊണ്ട് അതെല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റി. സ്തോത്രം ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, മടിക്കരുത്. എന്തെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് അതൊരു അനുഗ്രഹമാക്കി നമ്മുടെ കർത്താവ് മാറ്റും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ മുൻപിലോ വേദിയുടെ മുൻപിലോ നമ്മുടെ സമർപ്പണത്തിന്റെ മുൻപിലോ നമ്മുടെ തീരുമാനത്തിന്റെ മുൻപിലോ ഏതേത് വെല്ലുവിളികൾ വന്നാലും സധൈര്യം മുൻപോട്ട് പോകണം. ധീരതയോടെ മുന്നോട്ട് പോകണം. തീരുമാനമെടുക്കുമ്പോൾ എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ചെറുതിയിൽ ഒരു തീരുമാനം വേണ്ട. വൈകാരികമായിട്ടൊരു തീരുമാനം വേണ്ട. തീരുമാനമെടുക്കാൻ എത്ര സമയമെടുത്താലും എടുക്കുന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അരകൊഴ പരിപാടി എടുക്കരുത്. ആ തീരുമാനത്തിൽ മുൻപോട്ട് പോകണം. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു. പിന്മാറില്ല, ഞാൻ പിന്മാറില്ല. അത് എൻ്റെ ഒരു സമർപ്പണമാണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ മുൻപിൽ എന്ത് വെല്ലുവിളി വന്നാലും ആ വെല്ലുവിളികളെ എന്നെ വിളിച്ച കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ളത് മറക്കരുത് ദൈവമക്കളെ, മറക്കരുത്. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിന്റെ മഹത്വം അതാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നതാണ്. അതിനകത്തുള്ള സന്തോഷം എന്ന് പറയുന്നത് അതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ തളർന്നു പോകാതെ പതറിപ്പോകാതെ നിൽക്കണം. പീഡയല്ല. സ്തെഫാനോസ് മരിച്ചത് നന്നായി എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നിക്കാണും. നമുക്കൊക്കെ തോന്നണല്ലേ, സ്തെഫാനോസ് മരിച്ചത് നന്നായി. അതുകൊണ്ട് ആ സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു ശൗവലുണ്ടായി. അതുകൊണ്ട് പീഡകളെ ഭയക്കാതെ വേലയിൽ മുൻപോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം എന്താണ്? ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാനായിട്ട് തക്കവണ്ണം ചിതറിപ്പോകാൻ അത് കാരണമായി തീർന്നു. ആ ചിതറിപ്പോയവർ എന്നതിന് വിത്ത് വിതയ്ക്കുന്നവർ എന്നർത്ഥം വരുന്ന ഒരു എബ്രായ പദമാണ്, ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിത്ത് വിതയ്ക്കുന്നവർ, ചിതറിപ്പോയവർ എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് പദം വിത്ത് വിതയ്ക്കുന്നവർ എന്നാണ്. അതാ ശരിക്കും ശരി. ആ ചിതറിപ്പോയവരെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം പോയിടത്തൊക്കെ വിത്ത് വിതച്ചു. അവർ ചെന്നിടത്തെല്ലാം ഒരു ജോലിയല്ല അന്വേഷിച്ചേ, കള്ളൻഷാപ്പല്ല അന്വേഷിച്ചേ, ചെന്നിടത്തെല്ലാം അവർ കിടക്കാനുള്ള കിടപ്പിടമല്ല അന്വേഷിച്ചേ. അവർ എവിടെ ചെന്നോ ചെന്നിടത്തെല്ലാം സുവിശേഷം പങ്കുവച്ചു. ഒതുങ്ങിക്കൂടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മൾ ഓർക്കണം, അതുകൊണ്ടാണ് അവര് ഈ ചിതറിപ്പോയവർ എന്നുള്ളതിന്
വിത്ത് വിതയ്ക്കുന്നവർ എന്നർത്ഥം വരുന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം അവർ ചെന്നിടത്തെല്ലാം അവർ വചനം എന്ന വിത്ത് വിതച്ചു, അതൊക്കെ കിളിർത്തു. അവർ നിമിത്തം AD 70 യെരുശലേം നശിപ്പിച്ചപ്പോൾ AD 70 തീത്തോസ് കൈസർ യെരുശലേമിനെ ചുട്ടു, യെരുശലേമിന് വാടകോരി. പിന്നെ ആ യെരുശലേം പണിതിട്ടില്ല, അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അങ്ങനെ കിടക്കുക. അവിടെയെല്ലാം ധാരാളം സ്വർണം കൊണ്ട് പണിതതായതുകൊണ്ട് പിന്നീട് വന്ന രാജാക്കന്മാരും പിന്നാലെ വന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിലര് എഴുതിയിട്ടുള്ള എഴുത്തുകളില് എല്ലാ ദിവസവും ഗവേഷണമാണ്. ഈ കല്ലിന്റെ അടിയിൽ സ്വർണം ഉണ്ടോ, പിന്നെ എന്താണ് വിലപ്പെട്ടത്, എന്ത്. ഈ ആലയം നശിപ്പിച്ചല്ലോ, അപ്പൊ ഇത് മാക്സിമം എല്ലാം ലൂട്ട് ചെയ്ത് തീത്തൂസ് റോമൻ ചക്രവർത്തി കൊണ്ടുപോയി. ഇനി വല്ല അവശിഷ്ടങ്ങളും കിടപ്പുണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കാനായി കർത്താവ് പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ എന്ന് പറഞ്ഞ് അക്ഷരം പ്രതി നിറവേറി. കാരണം ഓരോ കല്ലിന്റെ മീതെ നിന്ന് ആ കല്ല് വീണ്ടും ഉരുട്ടും. കാരണം അതിന്റെ അടിയിൽ ഇനി വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അടുത്ത ടീം വരുമ്പോൾ ആ കല്ല് വീണ്ടും ഉരുട്ടും. അങ്ങനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി. അവിടെ ഈ ക്രിസ്ത്യാനികൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. എന്തേ കാരണം എന്നറിയാമോ? അവർ ചിതറിപ്പോയതിനാൽ, അവർ ആ ദേശം വിട്ടുപോയതിനാൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായില്ല. അപ്പൊ കർത്താവ് അവരെ എന്ത് ചെയ്തു? കർത്താവ് അവരെ വരാനിരിക്കുന്ന മഹാകഷ്ടങ്ങൾക്ക് മുമ്പ് അവരെ അവിടുന്ന് ഓടിച്ചു. അതും ദൈവം നന്മയ്ക്കാക്കി തീർത്തു. അപ്പൊ ആ ചിതറിപ്പോക്ക് 2 കാര്യങ്ങൾക്ക് കാരണമായി തീർന്നു. ഒന്ന്, സുവിശേഷത്തിന്റെ പ്രചാരത്തിന്. 2, അവരുടെ സ്വയം രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ശമര്യർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. അപ്പോ ശമര്യരുടെ ഇടയിലുള്ള വേല ആരാരംഭിച്ചു? ഫിലിപ്പോസ് ആരംഭിച്ചു. 4-ാം വാക്യം നോക്കി. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവിടെ ഒരു വലിയ സൗകര്യം കിട്ടി. എന്നാന്നറിയാമോ? ഈ സുഖാർ പട്ടണം, നമുക്കറിയാം, ശമരിയാക്കാരി സ്ത്രീ നിമിത്തം ശമരിയ പട്ടണത്തിൽ ധാരാളം ആളുകൾക്ക് കർത്താവുള്ള കാലത്ത് തന്നെ കർത്താവിനോട് ഇഷ്ടമായിരുന്നു. കർത്താവിനെ അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് ഫിലിപ്പോസ് ചെന്നപ്പോൾ യേശുവിന്റെ പേര് പറഞ്ഞപ്പോ സുവിശേഷം ശമരിയിൽ പ്രചരിക്കാൻ അത് വളരെ എളുപ്പമായി. ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭിച്ച സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ 3 കൂട്ടരുടെ അല്ലെങ്കിൽ 3 വ്യക്തികളുടെ സുവിശേഷ വേലയാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. നേരെ പത്രോസിനെ യഹൂദന്മാരുടെ ശുശ്രൂഷയ്ക്കാക്കി, ഫിലിപ്പോസിനെ ശമര്യരുടെ ഇടയിലേക്ക് വിട്ടു. ശമര്യരാരാണ്? ശരിക്കും പറഞ്ഞാൽ അത്ര യഹൂദനുമല്ല, അത്ര ജാതികളുമല്ലാത്തൊരു കൂട്ടരാണ് ശമര്യർ. അതൊരു ക്രോസ് ജാതിയാണ് ശമര്യർ. അതുകൊണ്ടാണ് ഈ ശമര്യരും യഹൂദന്മാരുമായിട്ടുണ്ടായ വൈരത്തിന്റെ കാരണം അതാണ്. അപ്പോ അവരുടെ ഇടയിലേക്ക് ഫിലിപ്പോസ് പോയി. ഇത് 2 അല്ലാത്ത കൂട്ടരുടെ ഇടയിലേക്ക് പൗലോസിനെ വിട്ടു. ന്യായപ്രമാണം നന്നായി അരച്ച് കലക്കി കുടിച്ച പൗലോസിന്റെ ജാതികളിലേക്ക്. ഈ 3 പേരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളിലുള്ളത്. അപ്പോ ശമര്യരുടെ ഇടയിൽ സുവിശേഷം വ്യാപിക്കാൻ പല കാരണങ്ങളിൽ ഒരു കാരണം സുഖാർ പട്ടണത്തിലെ ശമരിയാക്കാരി സ്ത്രീ നിമിത്തം ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് വർക്ക് അവിടെ നടന്നിരുന്നു. അതുകൊണ്ട് ഫിലിപ്പോസ് ചെന്നപ്പോൾ ധാരാളം പേർ വിശ്വാസത്തിൽ വരാൻ അത് കാരണമായി തീർന്നു.
അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അശുദ്ധാത്മാക്കൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടി. അനേകം പക്ഷപാത രോഗികൾ സൗഖ്യമായി. അവരിലൂടെ ഫിലിപ്പോസിലൂടെ ധാരാളം അടയാളങ്ങളും അത്ഭുതങ്ങളും ശമരിയിൽ നടന്നു. അതുകൊണ്ട് സുവിശേഷം വളരെ വേഗം പ്രചരിച്ചു. വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ വളരെ വേഗത്തിൽ വേല വ്യാപിക്കുന്നതിന്റെ കാരണം കർത്താവ് 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് എങ്ങനെ ജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ചോ, അവിശ്വാസികളുടെയും അന്ധരുടെയും ഇടയിൽ പ്രവർത്തിച്ചോ, 21-ാം നൂറ്റാണ്ടിലും അതേ കർത്താവ് അതേ പ്രവൃത്തി അനുസരിക്കുന്ന ദൈവമക്കളിലൂടെ ഈ കാലഘട്ടത്തിലും ചെയ്യുന്നു എന്നുള്ളത് ദൈവമക്കൾ ഓർക്കണം. അവന്റെ സ്വഭാവം മാറിയിട്ടില്ല, അവന്റെ ശക്തിക്ക് കുറവ് വന്നിട്ടില്ല, അവന്റെ പ്രവൃത്തിക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ഇടയിൽ പലപ്പോഴും ഇതൊന്നും സംഭവിക്കാതെ പോകുന്നു. ഞാനൊരു വാക്ക് പറയാം. വാക്കത്ര ശരിയായിക്കൊള്ളണമെന്നില്ല, എന്നാലും ഞാൻ മനസ്സിലാവാൻ വേണ്ടിട്ട് പറയാം. ശരിക്കും പറഞ്ഞ കർത്താവിന് നമ്മളോട് ഇച്ചിരി പിണക്കം കാണുമെന്ന് എനിക്ക് തോന്നുക. ഒരല്പം പിണക്കം. എന്നാ പിണക്കത്തിന്റെ കാരണം എന്നറിയാമോ? എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഒരു സ്ഥലത്ത് പോവോ ഒരാളോട് എന്നെ കുറിച്ച് പറയുകയോ ചെയ്യില്ല. കാലത്തും വൈകുന്നേരം എഴുന്നേറ്റിരുന്ന് പറയും, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എൻ്റെ ആ കാര്യം നടത്തി കിട്ടണം, എൻ്റെ ഈ കാര്യം കിട്ടണം. ഈ 2-3 അജണ്ടകളല്ലാതെ. അതുകൊണ്ട് കർത്താവിന് ഒരു പിണക്കം പോലെ തോന്നുക. അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും പ്രാർത്ഥിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരിമാർക്ക് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, 2 കുറവാണ് പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നതിന്റെ കാരണമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്. വിശ്വാസവും സ്നേഹവും. വിശ്വാസവും സ്നേഹവും. ഈ 2 കൽപ്പന നമുക്ക് ഇന്നൊരു കൽപ്പനയെ അല്ല. നമുക്ക് ആകെ ഒരു കൽപ്പനയെ അറിയാവൂ, സ്നാനം. ഈ ഒരു കൽപ്പന മാത്രമേ നമുക്കറിയാവൂ. അത് 1, 2, 3, 4 ഒക്കെ സ്വീകരിച്ച് ഇങ്ങനെ പോകും. ഈ 2 കൽപ്പന ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ആ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല എന്ന് അവിടെ രേഖപ്പെടുത്തിയേക്കണേ. അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേക്കണേ? 1 യോഹന്നാൻ 4:4 വാക്യം, 4 മുതൽ. അപ്പോ കർത്താവിന് നമ്മളോട് പിണക്കമുണ്ടെന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ എവിടെയായിരുന്നാലും ആയിരിക്കുന്നിടത്ത് നമ്മൾ ആരാണെന്നുള്ള വിസ്മരിച്ച്, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് വിസ്മരിച്ച് നമ്മൾ പോകുന്നത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും ഫലിക്കില്ല എന്ന് ഞാൻ പറയാം. ശരിയോ തെറ്റോ എനിക്കറിയില്ല. അവൻ ആഗ്രഹിക്കുന്ന ഒരു വേല നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നടക്കണില്ല. നമ്മൾ ഭയങ്കര പണം കൊടുത്തൊരു സാധനം ചന്തയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്ന് വിചാരിക്കാം, കടയിൽ നിന്ന് വാങ്ങിച്ചു, നല്ല കാശ്, ഇച്ചിരി കൂടിയ വില കൊടുത്തു, ആഗ്രഹം കൊണ്ടും നല്ലതാണല്ലോ എന്ന് ഓർത്തു. ഫ്രൈഡ് റൈസും ചിക്കനാണെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്നു, നല്ല വില കൊടുത്ത് വാങ്ങിച്ചു, എല്ലാവർക്കും ഉള്ളത് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ അതിന്റെ പൊതിയൊക്കെ കെട്ടഴിച്ച് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു പല്ലിയെ കണ്ടു. നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ആരെയെല്ലാം തെറി വിളിക്കും, എന്തെല്ലാം പറയും. എന്നിട്ട് സാധനം നമ്മൾ ആരെങ്കിലെങ്കിൽ അതിന്റെ സൈഡിൽ നിന്ന് അല്പം എടുത്ത് കഴിക്കാന്ന് വിചാരിക്കുമോ? നമ്മൾ ആ സാധനം അതുപോലെ എടുത്ത് കളയും. ഞാൻ ഇത്രയും കാശ് മുടക്കിയിട്ട് എൻ്റെ ദൈവമേ ഒരു പ്രയോജനവും എനിക്ക് കിട്ടിയില്ലല്ലോ.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞ ഈ ഡിവൈസിലിരിക്കുന്ന നമ്മൾ 40 ഡിവൈസിന്റെ മുമ്പിലിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി കർത്താവ് എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്തതാ, എന്തുമാത്രം ചെലവിട്ടതാ നമുക്ക് വേണ്ടിയിട്ട്. നമ്മുടെ രോഗം സൗഖ്യമാക്കിയില്ലേ? എന്തുമാത്രം കർത്താവ് നമ്മളെ സ്നേഹിച്ചതാ. ശരിക്കും എന്നാ ദൈവവേലയ്ക്ക് പ്രയോജനം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചോ. ഒരു ചതുരത്തിനകത്ത് എന്നെ കർത്താവ് വിളിച്ചതുകൊണ്ട് അവനുള്ള പ്രയോജനം ഇന്നതാണെന്ന് നിങ്ങൾ എഴുതി വെച്ചോ. എന്നെ കാണിക്കുകയും വേണ്ട, എന്നോട് പറയുകയും വേണ്ട. നിങ്ങൾ ചതുരം വരച്ച് ആലോചിച്ചിരിക്കാം എന്നല്ലാതെ അതിനകത്ത് വ്യക്തമായൊരു ആൻസർ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. എന്നെ എൻ്റെ കർത്താവ് വിളിച്ചതുകൊണ്ടും തെരഞ്ഞെടുത്തത് കൊണ്ടും ഞാൻ കർത്താവിന് വേണ്ടി ഇന്ന കാര്യം ഇന്ന് വരെ ചെയ്യാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആളുകൾ നിഷ്കളങ്കമായി കർത്താവിനെ സ്നേഹിക്കുകയും അവന്റെ സ്നേഹത്തെ മനസ്സിലാക്കുകയും അവനോട് പറ്റി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് കർത്താവ് അവരുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു. സഭ വളരുന്നു. നമ്മുടെ ഇടയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലേ സഭയ്ക്ക് വളർച്ചയുള്ളൂ. എന്ന് പറഞ്ഞാൽ അന്നമ്മയ്ക്കും മത്തായിക്കും ഉണ്ടാകുന്ന കൊച്ചുങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇവിടുത്തെ സഭ എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ? വളർന്നുകൊണ്ടിരിക്കണേ. അപ്പനൊന്ന് അമ്മയ്ക്കൊന്നെന്നും പറഞ്ഞുള്ള ഈ റേഷ്യോ വെച്ചുകൊണ്ടിരുന്ന സഭ വളരൂല. അപ്പൊ എന്ത് ചെയ്യണം? അതിന് ചില സഭകൾ അതിനുവേണ്ടി കൽപ്പന തന്നെ, ഇടയലേഖനം തന്നെ വായിച്ചു. 4 മക്കളെങ്കിലും നമ്മുടെ സഭയിൽ ഉണ്ടാകാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സഭ വളരുള്ളൂ. അതല്ല കർത്താവിന്റെ പ്ലാൻ. ഞാൻ പച്ചനെ വിളിച്ചു പറയും, അതല്ല കർത്താവിന്റെ പ്ലാൻ. കൈക്ക് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവരെ ക്രിസ്ത്യാനികളാക്കാൻ അവൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പണിക്ക് നമ്മൾ പോവില്ല. അപ്പോഴത്തേക്ക് നമുക്ക് സോഷ്യലിസം കയറി വരും. അയ്യോ, ഞാനൊരു മര്യാദക്കാരനാണ്, അവരും നമ്മളൊക്കെ ഒന്നാ, അവരും ഇവരും എല്ലാ ദൈവങ്ങളും ഒന്നാ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ സഭയിൽ നമ്മൾ യൂസ്ലെസ് ആണോ, ഒരു അപ്രയോജന ഭൃത്യനാണോ എന്നൊക്കെ ചിന്തിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം മനസ്സിൽ വന്നത് നിങ്ങളോടല്ലാണ്ട് ആരോടെ പറയണേ, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, 9-ാമത്തെ വാക്യത്തിലേക്ക് വരാം. എന്നാൽ ശീമോൻ എന്ന് പേരുള്ള ഒരു അഗ്രഗണ്യൻ, നമ്മൾ ശീമോനെ കുറിച്ച് പറയാൻ പോവാ. ശീമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ തന്നെ സ്വയം പറഞ്ഞു മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃത്തം എല്ലാവരും അവന്റെ പിറകെയായിരുന്നു. ഫിലിപ്പോസ് ചെല്ലുമ്പോൾ അവിടെയുള്ള ശമര്യരെല്ലാം ഇവന്റെ പിറകെയാണ്. ഇവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാം. എന്താണ് അവന്റെ മേൽ ഇറങ്ങിയിരിക്കുന്ന ശക്തി? ആ ശക്തിയുടെ പേരാണ് മഹതി എന്ന നാമധേയത്തിൽ ഒരു ശക്തി അവനിൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് അവൻ ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുന്നു. എല്ലാവരും അത്ഭുതത്തിന്റെ പിറകിലാണ്. സുവിശേഷ യോഗം കേൾക്കാൻ പലരും വരില്ല. അത്ഭുതം നടക്കുന്നിടത്ത് എല്ലാവരും പോകും. ഓക്കെ, അപ്പോ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞ് ആപാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കുകയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. ആഭിചാര പ്രവൃത്തികൾ മനുഷ്യനെ അന്ധതയിൽ നിന്ന് അന്ധതയിലേക്ക് നടത്തി. അവന്റെ കണ്ണ് കുരുടാക്കി. സത്യത്തെ അന്വേഷിക്കാനുള്ള മനസ്സ് അവർക്കില്ലാതെ പോയി. അവർ ഈ അടയാളങ്ങൾക്ക് ചുറ്റും യാത്ര ചെയ്തു. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു.
അവർ സ്നാനമേറ്റു. ആ വചനം കേട്ട് വിശ്വസിച്ചവരെല്ലാം സ്നാനമേറ്റു. അപ്പൊ ശീമോന് തോന്നി, എടാ ഇത് പരിപാടി കൊള്ളാലോ, എന്നാ പിന്നെ ഇവരുടെ കൂടെയാകാം. ശീമോൻ എന്ത് ചെയ്തു? ശീമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് അവന് അത്ഭുതം തോന്നി. ഫിലിപ്പോസിൽ കൂടെ ആഭിചാരകനായി ശീമോനിൽ കൂടെ നടന്നതിനേക്കാളും വലിയ പ്രവൃത്തികൾ ദൈവാത്മാവ് ചെയ്യുന്നത് കണ്ട് അവൻ സ്തബ്ധനായി പോയി. ആ ഒഴുക്കിൽ അവനും വീണു. അവനും വിശ്വസിച്ചു, സ്നാനം സ്വീകരിച്ചു. എന്നാൽ ഇവിടെ വിധവമാരുടെ, അപ്പൊ ശമര്യർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് സംബന്ധിച്ചാണ് 8-5 വാക്യം മുതൽ 17 വാക്യം വരെയും പറഞ്ഞിട്ടുള്ളത്. 8-5 മുതൽ 17 വരെ. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് 13 വരെയുള്ള കാര്യങ്ങളാണ്. ശരിക്കും ആരായിരുന്നു ഈ ശമര്യർ? ഞാൻ 14 വാക്യത്തിൽ നിങ്ങൾ കൊണ്ടുപോകണില്ല, പോയാൽ തീരില്ലാത്തതുകൊണ്ട്. ശരിക്കും ആരായിരുന്നു ഈ ശമര്യർ? BC 721 ആശൂര്യർ എല്ലാ ഇസ്രായേലിനെയും ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി. BC 721 അശൂര്യർ എല്ലാ ഇസ്രായേലിനെയും ബാബിലോണിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയി. അശൂര്യർ മറ്റ് ജനതകളിൽ നിന്നുള്ളവരെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവർ അശൂര്യരുമായി മറ്റുള്ളവരുമായി ഇടകലർന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം 24 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം. അവരുടെ പിൻതലമുറക്കാരാണ് ശമര്യർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവര് ജാതിയല്ല, യഹൂദനല്ലാത്ത വർഗമാണെന്ന് പറയാൻ കാരണം. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ യാതൊരുവിധ സമ്പർക്കവും പാടില്ലായിരുന്നു. എന്നാൽ അവരോട് സുവിശേഷം അറിയിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 1:8. സുവിശേഷം എല്ലാ മതിൽക്കെട്ടിനും അപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്നതാണ്. നമുക്ക് ഇതിനകത്ത് ഫിലിപ്പോസിന്റെ 2 പ്രസംഗങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. നമുക്കത് പിന്നാലെ ചിന്തിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കും. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവെ, നൽകി തന്ന അവസരത്തിനായി നിന്നെ സ്തുതി. ഞങ്ങൾ പഠിച്ച നിന്റെ തിരുവെഴുത്തുകളിൽ നിന്നുള്ള സത്യങ്ങളെ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമാക്കി നീ മാറ്റം. ഞങ്ങൾക്ക് സ്വയം ചിന്തിക്കാനും ഞങ്ങൾക്ക് സ്വയം തീരുമാനിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളെ സമർപ്പിക്കാനും 1-ാം നൂറ്റാണ്ടിലേതുപോലെയുള്ള ഒരു വേലയ്ക്കുള്ള ത്രസിപ്പിക്കുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് തരുവാൻ ഈ പുസ്തക പഠനം ഞങ്ങളെ സഹായിക്കും. എന്റെ വേല ചെയ്യാനുള്ള ഒരു ഉണർവ് ഞങ്ങളുടെ ഹൃദയത്തിൽ തരണമേ. വേലയ്ക്ക് വേണ്ടി വില കൊടുക്കാനുള്ള ഒരു താല്പര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ജനിപ്പിക്കണം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ വളരെ വിനയത്തോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.